നിങ്ങൾ ദൃഢവിശ്വാസികളാണെന്നാണല്ലോ വാദം. നമുക്കൊരു സന്ദേഹം. എന്താണ് സ്വാമി അരുളണം? സ്ഥാവര വസ്തുവിലോ ജംഗമ വസ്തുവിലോ ഈശ്വരന്റെ ഇഷ്ടസ്ഥാനം? അത് പിന്നെ അത് സ്ഥാവര വസ്തുവില്. അപ്പോ ജംഗമ വസ്തുക്കളിൽ ദൈവമില്ലേ? അതിലും ഉണ്ട് സ്വാമി. അത് നാം മറന്നു. നമ്മെ ക്ഷണിച്ച് ആനയിച്ച് തന്നെ അതിനാണല്ലോ. അത് ശരിയാണ് സ്വാമി. തൃപ്പാദങ്ങൾ കൽപ്പിക്കുന്നതിനു മുമ്പ് ഇവരുടെ നിലപാട് കൂടി അറിയണ്ടേ? തൃപ്പാദങ്ങൾ കൽപ്പിക്കണം. ഇപ്പുറത്തിരിക്കുന്നവർക്ക് അവരെ ക്ഷേത്രത്തിൽ കയറ്റാൻ താല്പര്യമില്ല. നിങ്ങൾക്കോ? എന്നാ ഞങ്ങൾക്കും താല്പര്യമില്ല സ്വാമി. അക്കാര്യത്തിലൊഴിച്ച് മറ്റെല്ലാറ്റിലും ഭിന്നതയാ അല്ലേ? ആ സ്വാമി, വന്ന കാര്യം നടന്നില്ല. ഞങ്ങളുടെ വിഷയം എടുത്തില്ലല്ലോ. ഇനി നമുക്ക് പോകേണ്ട സമയമായി. അല്ല, ഗുരു പോവുകയാണോ? ഞങ്ങളുടെ തർക്കം തീർന്നില്ല. സ്വാമി 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 ഞങ്ങളുടെ തർക്കം തീരാതെ സ്വാമി പോകരുത്. സ്വാമി പോവരുത്. സ്വാമി ഇല്ലാത്ത തർക്കം എങ്ങനെ തീർക്കാൻ? പാവങ്ങളെ ക്ഷേത്രത്തിൽ കയറ്റാതിരിക്കാൻ നിങ്ങൾ യോജിച്ചില്ലേ? അതങ്ങ് തുടർന്നാ മതി. നിങ്ങളെ മറ്റാരും യോജിപ്പിക്കേണ്ടതില്ല. അങ്ങനെയല്ല, തൃപ്പാദങ്ങൾ ഇടപെട്ടാൽ ഞങ്ങളുടെ തർക്കം തീരാവുന്നതേ ഉള്ളൂ. അകന്നു മാറിയ മണൽക്കൂനകൾ അടുത്ത കാറ്റിൽ താനേ അടുത്തോളും. അതിന് പരസഹായം വേണ്ട. ഇനി നമുക്ക് ഒന്നിച്ചു നിന്ന് തൃപ്പാദങ്ങളാണ് നമുക്ക് ശരണം. എടി പഞ്ചമി എന്തേ? ഈടെ എവിടെ ഉണ്ടായിരുന്നല്ല? അവള് രാവിലെ എന്നെ മുത്തുമണിയുടെ പിറകെ ഓട്ടം തുടങ്ങിയതാ. മോളെ പഞ്ചമി, മോളെ അപ്പ മുറിവ് സൂക്ഷിക്കണം. ചേറിനേക്കാളും വലിയ മരുന്നില്ല മോളെ. പാടം കണ്ടാ പിന്നെ അപ്പന് ഒരു വേദന അറിയില്ല. കലപ്പോണ്ടുള്ള മുറിവാണ്. എന്നാലും നീലി, ഈ ഒരു മുറിവിനെ കരുതി ഞാൻ ഇവിടെ തന്നെ ഇരിക്കണമെന്നാ നീ പറയണത്? പണി മുടങ്ങിയ പിന്നെ അന്നം മുടങ്ങിയതിന് തുല്യ. തമ്പ്രാക്കളെ അറിയില്ല നിനക്ക്? ചേലത്തൊരു ചേലക്കരയിൽ കസവെങ്ങനെ പൂത്തടി തുമ്പി, ഉഴവക്കിലെ കൈതയ്ക്കെങ്ങനെ കൈ നിറയെ പൊന്നും പണ്ടോ, കൊഞ്ചാതടി കൊഞ്ചടി തുമ്പി തഞ്ചത്തിൽ പോരടി തുമ്പി, കൊഞ്ചാതടി കൊഞ്ചടി തുമ്പി തഞ്ചത്തിൽ പോരടി തുമ്പി. അമ്മ, എനിന്നൊരു കുയിലിനെ കണ്ട്. മരത്തേലിരുന്ന് എന്തോ പറയണ കേട്ട്. കുയിൽ എന്താ പറഞ്ഞേ?
പറഞ്ഞല്ല മോളെ, കുയില് പാടിയതാ. കുയിൽ എന്താ പാടിയത്? അമ്മയ്ക്ക് അറിഞ്ഞൂടാ. അറിയാം, അമ്മയ്ക്ക് അറിയാം. പറഞ്ഞ കുയിൽ എന്താ പാടിയെന്ന്. മോളെ, അമ്മോട് പിണങ്ങണതൊന്നും തേവരിക്കിട്ടാവൂല. തേവരിക്കിട്ടില്ലാത്തൊന്നും എന്നെ മോള് ചെയ്യരുത്. എന്നാ പറഞ്ഞ കുയിൽ എന്താ പാടിയേ? കുയില് പാടിയതല്ല, പ്രാർത്ഥിച്ചല്ലേ. കിളികള് മുതല് മൃഗങ്ങള്, എന്തിന് ഭൂമിയിലെ ഓരോ ജീവികളും സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കൊണ്ട് നമുക്ക് എല്ലാം കിട്ടും അമ്മ. പ്രാർത്ഥന ഒരു വാതലാ മോളെ. നമ്മുടെ ചിന്തകളെ ദുഷിപ്പിക്കണ എന്തിനേയും പുറത്തു കളഞ്ഞ് പുതിയൊരു ലോകത്ത് കയറാൻ നമ്മളെ സഹായിക്കണതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ഭാഷ തന്നെ വേറെയാ. നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, പിന്നെന്താ അപ്പന്റെ കാല് മുറിഞ്ഞ? പ്രാർത്ഥന കൊണ്ട് പറ്റാത്ത വേറെയും കാര്യങ്ങളുണ്ട് മോളെ. പക്ഷെ അതിനെയൊക്കെ വിദ്യ കൊണ്ട് നേടാം. വിദ്യ കൊണ്ട് നേടെങ്കി പിന്നെന്താ അമ്മ പഠിക്കാത്തെ? അപ്പനെ അമ്മേനെ ഒന്നും പഠിക്കാൻ സമ്മതിച്ചില്ല. ആരാ തമ്മയ്ക്കാഞ്ഞ്? വായുന്നൊരു തമ്പ്രാക്കള്. ഏനെ പഠിക്കണം, ഏൻ പഠിക്കും. എന്റെ മോള് പഠിക്കണം, പഠിച്ച് വലിയ ആളാവണം. ഇരുട്ടിന്ന് വെളിച്ചത്തേക്കുള്ള ദൂരമാണ് വിദ്യയെന്ന് മോള് മാളോർക്ക് കാട്ടിക്കൊടുക്കണം. പരിഹാസത്തിരി, ആരാണ് നീ? ആദ്യം നീ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്ത, എന്നിട്ടാവാം ബാക്കി. ഇന്നുവരെ ആരും ചോദിക്കാത്ത ചോദ്യം. ഞാൻ മാടൻ, ഇവരുടെ ദൈവം. ഓ, അപ്പോ സാക്ഷാൽ മാടനോ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ആയി, മനസ്സിലായി. ഇരുകാലിയാണെന്ന് മനസ്സിലായി. ഇരുകാലിയോ? ഇരുകാലല്ലേ ഉള്ളൂ. അരുത്, ഇങ്ങനെയൊന്നും നിങ്ങൾ ഇദ്ദേഹത്തോട് സംസാരിക്കരുത്. തേവരാണ്, തേവര്. വേണ്ട, ഇവർക്കെന്നെ ഇനിയും ശരിക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായി, ശരിക്കും മനസ്സിലായി. പരിഹസിക്കുകയാണോ? ഒരിക്കലുമല്ല. ഞാൻ എന്തിനു പരിഹസിക്കണം? എന്നെ പരിഹസിച്ചവർക്കല്ല എന്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. പല പരീക്ഷകളും എനിക്കറിയാം. അറിയാവുന്ന പരീക്ഷകളിലെല്ലാം ജയിച്ചോ? എന്റെ പരീക്ഷകളിൽ പലരും പെട്ടുപോയിട്ടുണ്ട്, പലരും അതിശയിച്ചിട്ടുണ്ട്. അറിയാവോ? ഓഹോ, അങ്ങനെയോ? അപ്പോ ആള് ചില്ലറക്കാരനല്ല. വിശ്വാസം ആയില്ലെന്ന് തോന്നുന്നു. കാണുന്നു എന്റെ പരീക്ഷകൾ വല്ലതും? കണ്ടാൽ കൊള്ളാം, പക്ഷേ വലിയ പരീക്ഷകൾ വേണ്ട, ചെറുത് മതി.
ചെറുതോ വലുതോ രണ്ടായാലും ഞാൻ തയ്യാർ. എന്ത് വേണേലും ചോദിക്കാം, എന്തും തരും. വായിലെ പല്ലൊന്ന് കണ്ടാ മതി. വല്ലോ എന്താ വായിൽ പല്ലില്ലേ? എന്തും തരുമെന്ന് പറഞ്ഞിട്ട് പല്ല് പോലും കാണിച്ചു തരാൻ പറ്റാത്ത ആളാണെന്ന് അറിഞ്ഞില്ല. സാരമില്ല. സ്വയം അവസാന വാക്കെന്നും എനിക്കെല്ലാം സാധിക്കുമെന്നും ആര് ഭാവിക്കുന്നുവോ അവർക്കൊരു തിരിച്ചറിവ് നല്ലതാണ്. ഇനി നിങ്ങൾ തോൽക്കില്ല. എടി കൊച്ചി, നീ ഇത് മുഴുവൻ ഇപ്പൊ തന്നെ തീക്കോ? സാരമില്ല, മുഴുവൻ കഴിച്ചോട്ടോ. നമുക്ക് ഒരുമിച്ച് മുത്യാപ്പാഴയുടെ കരയിൽ പോയി ഇല പൊട്ടിക്കാം. കഴിച്ചോ. അയ്യോ എടി ഓടില്ല മുത്തുമണി. മുത്തുമണി അവിടെ നിക്ക. അയ്യോ പോലെ എന്താ വരുന്നു, നിക്ക മുത്തുമണി. നമുക്കെന്നും മരച്ചിനിയും ചേനയും ചേമ്പും മാത്രമല്ലേ ഉള്ളു. നമ്മുടെ മക്കൾക്കെങ്കിലും കൃഷി ചെയ്യണം നെല്ലിന്ന് ഒരു വറ്റ് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായാൽ മതിയായിരുന്നു. അധികം താമസിക്കാതെ എല്ലാം മാറും. നിമിത്തങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് മനസ്സ് പറയണ്. സ്വാതന്ത്ര്യ അവകാശവും ഒരുപാട് നാളൊന്നും ആർക്കും പിടിച്ചു വെക്കാനാവൂല. ഇപ്പൊ നമുക്കൊരു രക്ഷകനുണ്ട്. മുത്തുമണി, എടി മുത്തുമണി. മുത്തുമണി, മുത്തുമണി, എടി മുത്തുമണി. നല്ല വേവുള്ള കപ്പയാ. അതെ, പോകണ്ടേ? നേരം പോയി. ഞാൻ പോട്ടെ നീലി. ചെന്നിട്ട് വേണം വല്ലതും ഉണ്ടാക്കാൻ. വർത്താനം പറഞ്ഞത് നേരം പോയതറിഞ്ഞില്ല. ശരി. ആ പഞ്ചമി, മോളെ പഞ്ചമി, മോളെ പഞ്ചമി, മതി കളിച്ചേ, ഇങ്ങോട്ട് കേറി വാ. ചേ, എവിടെ പോയിരിക്കും അവള്? മോളെ പഞ്ചമി, ഇവളിത് എവിടെ പോയി? എടി മുത്തുമണി. എടി മുത്തുമണി. മുത്തുമണി. ഓ, വീണ്ടും പോയ അതിനെ കൊണ്ട്. പെണ്ണിന് വീട്ടിൽ ഇരിക്കാൻ നേരമില്ല. ഒരു ദിവസം ഏന അതിനെ കേളുവാസാൻ വിൽക്കും. 10 ആടിനെ തേക്കാൻ മുത്തുമണീനെ കൂടി തന്നേക്കാമെന്ന് ചോദിച്ചാ അന്ന് ഏൻ കൊടുത്തില്ല. ഇനി ചോദിച്ച ഉറപ്പായും കൊടുക്കും. എന്റെ തേവരെ, ഇനി ആ മുത്തിയാലരുവി വരെ നടക്കണല്ല. പഞ്ചമി, എടി പഞ്ചമി. അറിവില്ലാതെ അങ്ങ് ധ്യാനത്തിൽ നിന്ന് നേരത്തെ ഉണർന്നിരിക്കുന്നു. മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും. സ്വാമി, അങ്ങയുടെ ഈ ഭാവമാറ്റം അതൊരിക്കലും ഒരു ശുഭസൂചനയല്ല തരുന്നത്. പരീക്ഷണമാണ്, അനിവാര്യമായ പരീക്ഷണം. കാലഘട്ടത്തിന്റെ ആവശ്യമാണത്.
സ്വാമി, അങ്ങേ പരീക്ഷിക്കാൻ പാകത്തിന് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അടിയന് വ്യക്തമായില്ല. പ്രതിസന്ധി ഘട്ടം മുന്നിൽ വരികിലും തളരാതെ ഭാവിയിലേക്ക് നോക്കുകയാണ് വേണ്ടത്. വൈദ്യർക്കത് കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. നാം ഏതായാലും കുറച്ച് കിഴക്കോട്ട് നടക്കാൻ തീരുമാനിച്ചു. ഇത്തവണേ കാലവർഷം ചതിക്കുന്ന തോന്നണേ. നമ്മുടെ പഞ്ചമി, പഞ്ചമിക്ക് എന്ത് പറ്റി? നമ്മുടെ പഞ്ചമിയോള് എന്താ പഞ്ചമി പറ. പഞ്ചമിയെ നേരത്തോട് നേരമായി കാണുന്നില്ല. ആടിന് തീറ്റ പറിക്കാൻ പോയിരിക്കാന്ന് കരുതി കൊറേ നോക്കി. പക്ഷേ എന്റെ തേവരെ, പഞ്ചമി എന്നും പോണ പോലെ ആടിന് തീറ്റ പറിക്കാൻ പോയിരിക്കാണെന്നാ വിചാരിച്ച്. പഞ്ചമി നോക്കാന്നിടത്തെല്ലാം നോക്കി. ഇനി മുത്തിയാപ്പുഴയിലെങ്ങാനും. ഇല്ല, ചോടൊറച്ച കാലം മുതൽ എന്റെ കൈ കിടന്ന് നീന്തൽ പഠിച്ചത് അവള്. മുത്തിയാപ്പുഴയ്ക്കൊന്നും അവളെ തൊടാൻ പറ്റൂല. മോളെ പഞ്ചമി, പഞ്ചമി പഞ്ചമി മോളെ, മക്കളെ, മോളെ പഞ്ചമി പഞ്ചമി വേർപ്പുടൽ വാർക്കണ പഞ്ചമി മണ്ണില് കയ്യും കലപ്പയും കാറ്റത്ത് തുള്ളണ കൂരയുമുണ്ടേ. എന്റെ മോക്ക് എന്തേലും പറ്റിയ ജീവിച്ചിരിക്കൂല. നീ സമാനപ്പെട്. ഞാനിപ്പോ കരയാണ്ടിരിക്കുന്നേലേ മോളെ നിലത്ത് കിടത്താൻ പറ്റൂല. മോളെ നിലത്ത് കിടത്താം. മാറി 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 ഉറങ്ങുമ്പോ ആരും അടുത്ത് നിൽക്കണത് ഓക്ക് ഇഷ്ടമല്ല. മാറി മാറി നരയും പതയും വരണ കണ്ടില്ലേ? ഉഗ്ര വിഷമുള്ള ഏതോ ഒന്നാ. എല്ലാരും മാറി. എന്റെ മോക്കൊന്നുമില്ല. ആരും ആരും അടുത്തേക്ക് നോക്ക് ഇഷ്ടമില്ല. ഞാൻ തന്നെ ഉറക്കത്തി ഉമ്മ വയ്ക്കണത് അവക്ക് ഇഷ്ടമല്ല. ഇനി അവള് പരാതി പറയില്ലല്ലേ? അവൾ ഉറങ്ങിക്കോ. എല്ലാരും എന്റെ കുടിയൊന്നും പോകണ്ട. അവളൊന്ന് ഉറങ്ങിട്ട് അവള്. എന്റെ മോളെ നീ തന്നെ കൊണ്ടുപോയല്ല. ഇത്ര ദുഷ്ടനാണോ? എന്റെ മോളെ തിരിച്ചു തായാന് എന്നെ അങ്ങ് എടുത്തോ, എടുത്തോ. ദേവര് കൈവിട്ടില്ല എന്റെ മോളെ. ഇനി ആരുണ്ട് എന്റെ മോളെ രക്ഷിക്കാൻ? ആരുണ്ട് എന്റെ മോളെ രക്ഷിക്കാൻ? മോളെ കണ്ണു തുറക്കണേ.
ആ